റോസമ്മ. അതെ മോനെ. ഒരുപാട് സന്തോഷം. ഞാൻ ചെങ്ങന്നൂരിൽ നിന്ന് വരുവാണ്. എനിക്കിവിടെ ചെറിയ ബിസിനസ്, അതായത് ലോട്ടറിയും പപ്പടവും ഒക്കെ ആയിട്ട് ഞാനത് നിർത്തിയിട്ട് എൻ്റെ മോനെ കാണാനായിട്ട് 10 മണിയായപ്പോഴാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുകയാണ്. എനിക്ക് എൻ്റെ മോനെന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ തന്നെയാണ്. കാരണം എനിക്ക് എൻ്റെ ഏത് പ്രതിസന്ധിയിലും തളരാതെ നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരം മോൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് ഈ ജനങ്ങൾ മോനെ ഹൃദയത്തിലേറ്റി എന്നുള്ളത് മഹത്തായ ഒരു തെളിവാണ്. ഇന്ന് എൻ്റെ പൊന്നുമോൻ ഇവിടെ അനീഷിന്റെ ആദ്യ ഉദ്ഘാടനം അങ്ങനെ ഇന്നിപ്പോ കഴിഞ്ഞിരിക്കുകയാണ്. അനീഷ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഇപ്പോൾ ഇത്രയും ദിവസമായി ആദ്യ ഉദ്ഘാടനമാണ് അനീഷ് ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറയുന്നത്. അതും അത്രയേറെ പ്രത്യേകത നിറഞ്ഞ ഒരു ഉദ്ഘാടനമാണ് എന്നുള്ളത് അനീഷിനെ വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വെറും ഒരു ഉദ്ഘാടനം മാത്രമല്ല, ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രത്യേകതരം ഒരു കാര്യം തന്നെയാണ് ഇതെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഇപ്പോൾ പ്രായമായവർക്കും അതോടൊപ്പം തന്നെ മെഡിക്കൽ ആവശ്യങ്ങളുള്ളവർക്കും ഒക്കെ തന്നെ പ്രയോജനകരമാകുന്ന ഒരു സംരംഭമാണ് അനീഷ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അനീഷ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതാണ് ശരിക്കും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. കാരണം അനീഷ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം ഇത്ര ദിവസങ്ങളായി. അപ്പോൾ ഇതിൽ അനീഷ് ആദ്യമായിട്ടാണ് ഈ ഒരു ഉദ്ഘാടനം ചെയ്യുന്നത്, തന്നെ ഫസ്റ്റ് ഉദ്ഘാടനമാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇനാഗുറേഷൻ ഇത് തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു കാരണം അനീഷ് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു വേദിയിൽ തന്നെ അനീഷ് പറഞ്ഞ ഒരു കാര്യം തന്നെയായിരുന്നു. അതായത് എനിക്ക് ഈ ഒരു ആദ്യ ഇനാഗുറേഷൻ എന്നുള്ള രീതിയിൽ ഇതല്ല വന്നിട്ടുള്ളത്. ഇതിനു മുന്നേ തന്നെ വേറെ പലതരത്തിലുമുള്ള ഉദ്ഘാടനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതൊന്നും തന്നെ ചൂസ് ചെയ്തിട്ടില്ലായിരുന്നു. അതായത് ഞാൻ ആ ഒരു തരത്തിലൊന്നും അത് ഏറ്റെടുത്തിട്ടില്ലായിരുന്നു എന്നുള്ളത് അനീഷ് വെളിപ്പെടുത്തിയ ഒരു കാര്യം തന്നെയായിരുന്നു. കാരണം ഞാൻ ആദ്യമായിട്ട് ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ, അതായത് ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോഴത്തേക്കും അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യേകത വേണമെന്നുള്ളത് ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് അനീഷ് വെളിപ്പെടുത്തിയ ഒരു കാര്യം തന്നെയായിരുന്നു. ഇതിൽ ഞാൻ ആ ഒരു പ്രത്യേകത കണ്ടു. അതായത് ഇത് ഈ പറയുന്ന തരത്തിൽ ജനങ്ങൾക്ക് കൂടി വേണ്ടിയിട്ട് ഉപയോഗപ്രദമാകുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അനീഷ് ശരിക്കും പറഞ്ഞാൽ ഇതിൽ ആ ഒരു പ്രത്യേകത കണ്ടുകൊണ്ടാണ് ഇതിനു മുന്നേ വന്ന മറ്റു പല ഇനാഗുറേഷൻ ഫംഗ്ഷൻസുകളും വേണ്ട എന്ന് വെച്ചുകൊണ്ട് എൻ്റെ ആദ്യ ഉദ്ഘാടനം, കാരണം നമ്മളിപ്പോൾ ഒരു കാര്യം ആദ്യമായിട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിനൊരു പ്രത്യേകത ഉണ്ടാകണമെന്ന് ആരും തന്നെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സോ അനീഷും ആ ഒരു തരത്തിൽ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് അനീഷ് വ്യക്തമാക്കിയ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അനീഷ് തന്നെ പറയുന്നു, അനീഷിൻ്റെ അച്ഛനായാലും അതോടൊപ്പം തന്നെ മുത്തച്ഛന് അയാളൊക്കെ തന്നെ പ്രായമായവരാണ്. അപ്പോൾ അവരുടെയൊക്കെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ തന്നെ അനീഷിനെ അറിയാമെന്നുള്ള തരത്തിൽ അനീഷ് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു സംരംഭം ആരംഭിച്ചപ്പോഴത്തേക്കും അതിന് പൂർണ്ണ പിന്തുണ നൽകാനായിട്ട് ഞാൻ എൻ്റെ ആദ്യ ഉദ്ഘാടനമായിട്ട് ഞാൻ ഇത് തന്നെ സെലക്ട് ചെയ്തത് എന്നുള്ള കാര്യത്തിൽ അനീഷോടെ തുറന്നു പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു കയ്യടി അറിയിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഓരോരുത്തർ കാശിന് വേണ്ടിയിട്ട് എവിടെ ആയാലും എങ്ങനെയായാലും എന്ത് തരം ഉദ്ഘാടനം ചെയ്യാനായാലും തയ്യാറായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. കാരണം പ്രത്യേകിച്ച് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒരു ഫെയിം നിലനിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങ് പോകും, അത് ആർക്കായാലും. പക്ഷെ അതിനുള്ളിൽ മാക്സിമം ഉദ്ഘാടനങ്ങൾ ചെയ്യുക, മാക്സിമം കാശ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ആ ഒരു ആർത്തിമൂത്ത് ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു തരത്തിൽ ചിന്തിക്കാതെ ഇപ്പോൾ ഉദ്ഘാടനങ്ങൾ ഇതിന് മുന്നും വേറെ പലത് വന്നിട്ട് പോലും അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് കാശിന് മാത്രം പ്രാധാന്യം നൽകാതെ തനിക്ക് കൂടി ബോധ്യമാകുന്ന, തനിക്ക് കൂടി ആ ഒരു ഇൻട്രസ്റ്റ് തോന്നുന്ന തരത്തിലുള്ള ഒരു കാര്യം ചെയ്യാനായിട്ട് തയ്യാറായിട്ടുള്ള അനീഷ്, ശരിക്കും അവിടെയാണ് അനീഷ് വ്യത്യസ്തനാവുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരുന്ന ഒരു കാര്യം തന്നെ. ഈ ഒരു കാര്യം അനീഷ് പറഞ്ഞപ്പോഴത്തേക്കും തീർച്ചയായിട്ടും അനീഷ് അത് കയ്യടി അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം കാശിന് വേണ്ടിയിട്ട് മാത്രമല്ല, ഇത് ശരിക്കും പറഞ്ഞ ഒരു ജനസേവനമാണ്. ജനങ്ങൾക്ക് കൂടി വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യം, അതിൽ താൻ സംതൃപ്തി കണ്ടെത്തുന്നു എന്ന് ആ ഒരു തരത്തിൽ വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അനീഷ് ഈ ഒരു ഉദ്ഘാടനം ചെയ്യാനായിട്ട് തയ്യാറായത് എന്നുള്ളത് അനീഷ് വെളിപ്പെടുത്തിയപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത് എല്ലാവരും കണ്ടു പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ വളരെ വിരളമായിരിക്കും. കാരണം എല്ലാവരും ഇപ്പോൾ എന്താ പറയുക, കാശ് മതി, എവിടെ വേണമെങ്കിലും വന്ന് ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ തയ്യാറാണ്, എനിക്ക് ആ ഒരു രീതിയിൽ കുറേ ഉദ്ഘാടനങ്ങൾ കിട്ടിയാൽ മതി എന്നൊക്കെ കരുതുന്നവരുള്ള ഒരു സിറ്റുവേഷനിൽ നിന്നും അനീഷ് ഈ ഒരു തരത്തിൽ വ്യത്യസ്തമായി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ ഒരു ക്വാളിറ്റി തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അത് സമ്മതിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്തായാലും അനീഷിന്റെ ജീവിതത്തിലെ ആദ്യ ഉദ്ഘാടനം അത് ഞെട്ടിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ അനീഷ് പറഞ്ഞ മറ്റൊരു കാര്യമാണ്, കായംകുളത്തിലൂടെ ഞാൻ ഇതിന് മുന്നേ പോയിട്ടുണ്ട്, അപ്പോഴൊക്കെ പോകുമ്പോഴത്തേക്കും ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം അനീഷ് പറഞ്ഞിട്ടുണ്ട്. അതായത് എന്തെങ്കിലുമൊക്കെ തന്നെ ഞാൻ ഒരു ഫേമസ് ആകുമ്പോഴത്തേക്കും ഇതുപോലുള്ള ഉദ്ഘാടനത്തിനൊക്കെ വരുമ്പോഴത്തേക്കും എന്നെ കാണാനായിട്ട് ആളുകൾ വരുന്നത് ആ ഒരു തരത്തിൽ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് എന്നുള്ള തരത്തിൽ അനീഷ് ആ ഒരു വേദിയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ ഞാൻ കാണുമ്പോഴത്തേക്കും അതും ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് എന്നതും അനീഷ് വെളിപ്പെടുത്തിയ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതും തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് അപ്പോൾ ആ ഒരു നേട്ടവും അനീഷ് കൈവരിച്ചിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം അയാൾ ആഗ്രഹിച്ച കാര്യം അയാൾ നേടിയെടുത്തു, അതിൽ അയാൾ സന്തോഷം കണ്ടെത്തുന്നു. ഇതൊക്കെ തന്നെയാണ് അയാളെ വ്യത്യസ്തനായിട്ട് കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ അയാളൊരു ഇഷ്ടം പലർക്കും തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്.